മാർഗനിർദ്ദേശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസി ശ്രേഷ്ഠർ നയിച്ച ധർമ്മ സന്ദേശ യാത്ര അനന്തപുരിയിൽ സമാപിച്ചു. എല്ലാ ജില്ലകളിലും ഹിന്ദു സമ്മേളനങ്ങളും മഹാസംഗമങ്ങളും സംഘടിപ്പിച്ച് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര അനന്തപുരിയിൽ എത്തിച്ചേർന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് സമാപന ചടങ്ങുകൾക്ക് തുടക്കമായത്. ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാൻ G. സുരേഷ് കുമാർ യാത്രയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ആവേശോജ്വലമായ വരവേൽപ്പാണ് അനന്തപുരിയിൽ ധർമ്മസന്ദേശയാത്രയ്ക്ക് ലഭിച്ചത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് ഭദ്രദീപം തെളിയിച്ചതോടെ 14 ദിവസം നീണ്ടുനിന്ന യാത്രയുടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് കാൽനടയായി സന്യാസി ശ്രേഷ്ഠർ വേദിയിലേക്ക് തിരിച്ചു. കിഴക്കേ ഗോപുരം താണ്ടി പഴവങ്ങാടി ഗണപതിയെ വണങ്ങി ആചാര്യന്മാർ സമാപന വേദിയിൽ എത്തി. ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാൻ G. സുരേഷ് കുമാർ യാത്രയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. നൂറോളം സന്യാസി ശ്രേഷ്ഠന്മാർ ഉടനെ ആരംഭിക്കുകയാണ്. ധർമ്മസന്ദേശയാത്രയുടെ സമാപന സമ്മേളനം കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ധർമ്മസന്ദേശം നൽകി. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ ഒരു സമൂഹത്തിനും നിലനിൽപ്പില്ലെന്ന് പറഞ്ഞ സ്വാമി ഹൈന്ദവ സമൂഹം സാമ്പത്തിക ശക്തിയായി മുന്നേറണമെന്ന് പറഞ്ഞു. സംസ്കാരം, സമ്പത്ത്, സന്താനം എന്നിവ പ്രധാനമാണെന്നും രാഷ്ട്രീയം മറന്ന് ഹൈന്ദവർ ഒന്നാകണമെന്നും സ്വാമി ഓർമ്മിപ്പിച്ചു. ചരിത്രത്തിൽ നിന്ന് പഠിക്കാത്ത ഒരു സമൂഹത്തിനും ലോകത്തിൽ നിലനിൽപ്പില്ല. ആവർത്തിക്കുന്നു, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിനും ലോകത്തിൽ നിലനിൽപ്പില്ല. വേദം നമ്മളോട് പറഞ്ഞത് സമ്പന്നമായൊരു സമൂഹമാകാനാണ്. ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ സമാജവും സാമ്പത്തികമായി ഭദ്രത നേടണം. ആദ്യത്തെ ഉപദേശമായി എടുക്കുക. അതുകൊണ്ട് ഏറ്റവും ലളിതമായി പറയട്ടെ, ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് സമാജം ഉയരാൻ 4 സകാരങ്ങളെ ഉപാസിക്കണം. അതിലാദ്യം പറയാണ് സമ്പത്ത്. ബുദ്ധിപൂർവമായി പണിയെടുക്കുക, കഠിനമായി അധ്വാനിക്കുക നമ്മുടെ മേഖലകളിൽ. ജനാധിപത്യ സമൂഹത്തിൽ വോട്ടാണ് എല്ലാം നിർണ്ണയിക്കുന്നത്. കുടുംബാസൂത്രണം എന്നത് ഹൈന്ദവർ മാത്രമല്ല, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും തയ്യാറാകണമെന്നും സ്വാമി പറഞ്ഞു. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. വോട്ട് മനുഷ്യന്മാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും കുടുംബാസൂത്രണ മാർഗം ഉപയോഗിക്കണം, എല്ലാവരും. അല്ലെങ്കിൽ ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും മാത്രം അത് സ്വീകരിക്കരുത്. ധർമ്മസന്ദേശയാത്ര കാലത്തിന്റെ അനിവാര്യതയെന്ന് ശിവഗിരി മഠം മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. ചില ആളുകൾ ശ്രീനാരായണ ഗുരുദേവനെ സനാതനധർമ്മ വിരുദ്ധനെന്ന് പ്രചരിപ്പിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് സനാതന മതമാണെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മഠങ്ങളിലെ, കേരളത്തിന് വെളിയിലുള്ള ചില മഠങ്ങളിലെ സന്യാസിമാരെല്ലാം ഇവിടെ ഒത്തുകൂടി ധർമ്മ വിചിന്തനം നടത്തുകയും എങ്ങനെ സനാതന ധർമ്മ വിശ്വാസികളെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് കാമ്യമായ സന്ദേശങ്ങൾ ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം കൂട്ടായ്മകൾ സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച്, കേരളത്തിലെ ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എന്ന് ഞാനിവിടെ അഭിപ്രായപ്പെടുകയാണ്. അകത്തും പുറത്തും ഹൈന്ദവ സമൂഹത്തിന് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെന്ന് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഈ ധർമ്മം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ധർമ്മത്തിൻ്റെ ശക്തി നമ്മളിലൂടെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ശക്തി അതിൻ്റെ ഓരോരോ കണങ്ങളായിട്ട്, ഇങ്ങനെ ഓരോരോ തുള്ളികളായി പതിക്കുന്ന ജലകണങ്ങൾ ഒരു മഹാപ്രളയമായി മാറുന്നത് പോലെ എല്ലാ അധർമ്മങ്ങളെയും എരിച്ചു കളയുന്ന വലിയൊരു ശക്തിയായി സനാതനധർമ്മത്തെ പ്രദർശിപ്പിക്കുന്ന, ഈ കാലഘട്ടത്തിന് ചേരും വിധം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ധർമ്മ സന്ദേശം എല്ലാവരിലേക്കും
കരുത്തു പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധർമ്മസന്ദേശ യാത്രയുടെ മുഖ്യ രക്ഷാധികാരി ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം സ്വാമി വേദാമൃതാനന്ദപുരി വേദിയിൽ വായിച്ചു. സന്ദേശയാത്ര ഹൈന്ദവ സമൂഹത്തിന് പുതിയ ഊർജ്ജവും ഉണർവും പകർന്നു നൽകുന്നതായും കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സന്യാസി സമൂഹം തയ്യാറാകണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ ധർമ്മസന്ദേശ പ്രതിജ്ഞയും ചൊല്ലി. ധർമ്മസന്ദേശ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന കമ്മിറ്റിയുടെ മംഗളപത്രവും സദസ്സിൽ വായിച്ചു. മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, സത്സ്വരൂപാനന്ദ സരസ്വതി, കൈമനം അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി, സ്വാമി സ്വപ്രഭാനന്ദ, സ്വാമി ആത്മസ്വരൂപാനന്ദ, സ്വാമി വിവിക്താനന്ദ സരസ്വതി തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.